സ്നേഹം എന്നും നിലനിൽക്കേണ്ടതാണ്. ഇന്ന് നാം ലോകത്തിൽ കാണുന്ന സ്നേഹം നേട്ടങ്ങൾക്കായും സ്വാർത്ഥ ആവശ്യങ്ങൾക്കായും മാറുന്നു. യഥാർത്ഥ സ്നേഹത്തെ നമുക്ക് എവിടെ നിന്ന് കാണുവാൻ കഴിയും? ബൈബിൾ പറയുന്നത് പോലെ മനുഷ്യർ സ്വസ്നേഹികളായി തീർന്നിരിക്കുന്നു. സൗഹൃദങ്ങൾക്കിടയിലും സ്വാർത്ഥരാകുന്ന ചതിയുടെ സ്നേഹം. വാത്സല്യത്തിൻ്റെ മാതൃകയാകേണ്ട മാതാവ് പിഞ്ചുകുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുന്ന കാലം. സ്വസ്നേഹികളായ മനുഷ്യൻ സമ്പത്തിനു വേണ്ടിയും നേട്ടങ്ങൾക്കു വേണ്ടിയും മുഷ്ടിയുദ്ധം ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് സ്നേഹത്തിൻ്റെ നിർവചനം എങ്ങനെ ദർശിക്കുവാൻ കഴിയും? ഞാൻ നിങ്ങളെ ഒരു സ്നേഹം പരിചയപ്പെടുത്താം. കാലത്തിൻ്റെ കതിരവനാകുന്ന യേശുക്രിസ്തു ക്രൂശിലെ നിത്യമായ സ്നേഹം കൊണ്ട് മാനവജാതിയെ പാപത്തിൽ നിന്നും രക്ഷിക്കേണ്ടതിന് സ്വന്തം ജീവനെ നൽകി ലോകത്തെ സ്നേഹിച്ചു. അതെ, ആ സ്നേഹം സ്വാർത്ഥമല്ലായിരുന്നു. ദീർഘമായി ക്ഷമിക്കുകയും പാപത്തെ വെറുത്ത് പാപിയെ ചേർത്ത് നിർത്തിയ സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല.